എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ശരിക്കും ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട് ശരിക്കും എല്ലാവരും? സന്തോഷം. അത് നേരിട്ടറിയാനല്ലേ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടില്ല. ആക്ച്വലി ഒരുപാട് സന്തോഷം, വളരെയധികം സന്തോഷം. ആക്ച്വലി ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു മഴ സമയത്ത് ഇത് ഏറ്റെടുക്കുന്നത് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഒരുപാട് സന്തോഷം നിങ്ങൾ ഏറ്റെടുത്തതിലും തരുന്ന സപ്പോർട്ടും എല്ലാം ഒരുപാട് സന്തോഷം. എനിക്ക് ഇതിന്റെ പുറത്തുനിന്ന് കാറിൽ വരുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ. ഈ സരിത സംഗീത ശരിക്കും എറണാകുളത്ത് വന്ന കാലം മുതലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഈ തിയേറ്ററിനോട്. ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഈ തിയേറ്ററിലേക്ക് കയറി വരുന്നത്. അത് തന്നെ ഒരു ഭയങ്കര ഫീലിംഗ്. ഒരുപാട് വണ്ടികൾ പുറത്ത് കാർ പാർക്കിംഗ് കിടക്കുന്നു. പടത്തിനെ പറ്റി ഭയങ്കര റിവ്യൂ പറയുന്നത് ശരിക്കും ആദ്യകാലങ്ങളിൽ ഇവിടെ ഫുള്ളായാണ് ശരിക്കും പടം. ജഡ്ജ്മെന്റ് ഇവിടെ തന്നെയാണ്. ജഡ്ജ്മെന്റ് ഇവിടെ ആയിരുന്നു ശരിക്കും പണ്ടത്തെ കാര്യങ്ങൾ. അപ്പം ആസിഫിക്കയും ബിജുവേട്ടനും കൂട്ടിയുള്ള ഒരു കോമ്പിനേഷൻ വീണ്ടും ഹിറ്റ് ആവുന്നു. അതെങ്ങനെയാണ് ശരിക്കും ബിജുവേട്ടൻ നോക്കി കാണുന്നത്? ശരിക്കും ഒരു സന്തോഷം. ഒരുപാട് സന്തോഷം. ബിജുവേട്ടൻ ഒരു ലക്കി ഫൈറ്റർ ആണോ? ഈ ജിസ്ജോയി ആസിഫിലെ ലക്കി ഫൈറ്റർ ആയ പോലെ ബിജുവേട്ടനും ബീച്ചിന്റെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കും പടങ്ങളും ക്യാരക്ടറും ശ്രദ്ധിക്കപ്പെടുന്നത്. അതൊരു നമ്മൾ ഈ വൈബ് കണക്ട് ചെയ്ത് അങ്ങനെ കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇത്രയും പേര് കണ്ടിട്ട് നല്ല റിവ്യൂസ് എല്ലാം കാണിക്കുന്ന ഒരു മനസ്സുണ്ട് ആൾക്കാരുടെ. അപ്പൊ അതിന് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് അറിയിക്കണം. ഈ സിനിമ കണ്ട് ആസ്വദിച്ച് പോവുക മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത്. ഈ സിനിമയുടെ വളർച്ച ശ്രദ്ധിച്ച് എല്ലാവർക്കും അറിയാം. ഒരു വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഈ സിനിമ ഇത്രയും റീച്ചിലേക്ക് എത്തിയിരിക്കുക. അതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഈ ഇത്രയും മഴ ഉണ്ടായിട്ടൊക്കെ ആൾക്കാർ വരുന്നത്. അത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും റിവ്യൂസ് ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ഒരുപാട് 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 നന്ദി. താങ്ക് യു സോ മച്ച്. ഈ പൊതുവെ ഉള്ള റിവ്യൂർമാർ മൊത്തം ആണെങ്കിലും ഭയങ്കര നല്ല റിവ്യൂസ് ആണ് എല്ലാവരും തന്നിരിക്കുന്നത്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മഴയാണ്. പക്ഷെ ഈ മഴ പോലും അവഗണിച്ചുകൊണ്ട് ആൾക്കാർ സിനിമ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും. അത് ഈ പറഞ്ഞ പോലെ റിവ്യൂസ് ആണ്. ആൾക്കാർ കണ്ടവർ ഇടുന്ന പോസ്റ്റുകളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതുമാണ് ഈ സിനിമയ്ക്ക് ഇത്ര ഒരു അവരോടും നന്ദി പറയണം. നമ്മള് പ്രസ് മീറ്റ് അന്ന് പറഞ്ഞായിരുന്നു ബിജുവേട്ടൻ ചെന്നൈയിലാണ്. ഇത് എങ്ങനെയുണ്ട് അവിടുത്തെ എങ്ങനെ കാര്യങ്ങളൊക്കെ? ചെന്നൈയിൽ ഇപ്പോ തിയേറ്ററുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇവിടുത്തെ റിവ്യൂസിനെ പറ്റി പറയുന്ന പോലെ അവിടെയുണ്ട് ഒരുപാട് റിവ്യൂസ്. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. സിനിമയെ പറ്റി പറയുന്നു, മലയാള സിനിമയെ പറ്റി പറയുന്നു. ഈ കുറെ നമുക്കറിയാം കുറെ നാളായിട്ട് ഈ ട്രെൻഡ് തമിഴ്നാട്ടിലും ഉണ്ട്. അപ്പൊ അതിലേക്ക് ഒരു സിനിമയും കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റിയത് ഭയങ്കര അഭിമാനമാണ്. നമ്മുടെ ചെന്നൈന്റെ പ്രൊമോഷനൊക്കെ ബിജുവേട്ടനാണ് ഏൽപ്പിച്ചത് അസ്ബിക പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് സ്ഥലത്തില്ലാത്ത. ചെന്നൈയിൽ കാണേണ്ടി വരും. ചെന്നൈയിൽ ഇതുപോലെ തിയേറ്റർ വിസിറ്റ്സിനും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സമയം പോലെ അവിടെയും പോയി ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ. തിയേറ്റേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ടോ ഇപ്പൊ? എങ്ങനെ ഹൗസ് കൂടിയല്ലോ, ഓൾറെഡി കൂടി. നമുക്ക് എനിക്ക് തോന്നുന്നു 30% ആദ്യത്തെ ദിവസത്തേക്കാൾ ഇപ്പോൾ 4ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഷോസ് കൂടി, തിയേറ്റേഴ്സ് കൂടി. അതുപോലെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരാളാണ് ഇന്നലെ മുതൽ എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഏറ്റവും അധികം പറയുന്നത് നസീർക്കയുടെ പെർഫോമൻസിനെ പറ്റിയാണ്. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നല്ലൊരു സിനിമയിൽ നല്ല വേഷം ചെയ്യുക, ശ്രദ്ധിക്കപ്പെടുക, പടം വിജയിക്കുക, വലിയ സന്തോഷത്തിലാണ്. ദേഷ്യം തോന്നുന്നൊക്കെ പറയണ്ടല്ലോ ആൾക്കാർ, തല്ലാനൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ദേഷ്യം വരും. ഈ വർഷം ഉണ്ടാവും.